ഏലിയാവിനെ സംബന്ധിച്ചുള്ള ചില പാഠങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഏലിയാവിനെ ഫോക്കസ് ചെയ്തുള്ള ചില കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടതിന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം വായിക്കും. 1 Kings chapter 18 verse 39. ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെയും സേവനത്തിൻ്റെയും കേന്ദ്രബിന്ദുവാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിലെ യാഗം. The central point of the life and ministry of Elijah is what's listed in 1 Kings chapter 18 verse 39. ഏലിയാവിൻ്റെ ജന്മസാഫല്യം അല്ലെങ്കിൽ താൻ ജീവിച്ചിരുന്നതിൻ്റെ ആ ലക്ഷ്യം ഈ അധ്യായത്തിലാണ് പൂർത്തിയാകുന്നത്. The purpose for which he was born is fulfilled here in this chapter. വളരെ ഉദ്വേഗജനകവും സംഭ്രമജനകവുമായ 2 പ്രധാന സംഭവങ്ങളാണ് ഈ അധ്യായത്തിലെ വിഷയം. The focus of this chapter are 2 main things that stick out. നിങ്ങൾ ഈ 18-ാം അധ്യായം വായിച്ചു നോക്കിയാൽ അത്ര ചെറിയ അധ്യായമല്ല. 46 വാക്യങ്ങളുള്ള ഒരു നീണ്ട അധ്യായമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. If you read this chapter, you will notice that it is not a small chapter. It has 46 verses. 18-ാം അധ്യായത്തിലെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള 2 ഇവൻറ്റ്സ് ഉണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞപ്പോൾ താരതമ്യേന അതങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. When I said that there are 2 main events that are exciting, dreadful, if you look at it closely, you will notice that. 17-ാം അധ്യായത്തിലെ സംഭവങ്ങളെ നാം ഈ അധ്യായത്തിന് മുമ്പിൽ പഠിക്കുമ്പോൾ താരതമ്യേന ചലഞ്ചസ് വളരെ ചെറുതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. If you read the chapter just before chapter 17 and compare it to this chapter, you will notice maybe that the challenges prior were not as intense. 17-ാം അധ്യായത്തിൽ 3 പ്രധാന സംഭവങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. We understood that there are 3 main events in chapter 17. ഒന്ന്, കൊട്ടാരത്തിൽ രാജാവിൻ്റെ മുമ്പിൽ പ്രവാചകനായ ഏലിയാവ് നൽകുന്ന വാണിംഗാണ്. First is the warning that Elijah the prophet gives Ahab the king at the palace. രണ്ടാമത്തേത്, തനിക്ക് അതുവരെ പരിചയമില്ലാത്ത, ലോകത്തിന് ഇതുവരെ പരിചയമില്ലാത്ത ഒരുതരം ദൈവീയ കരുതൽ കെരീത്തിൽ അനുഭവിക്കുന്നു എന്നതാണ്. The second is the provision of God that he has not experienced before at Kerith. അതിനുശേഷവും അതുപോലെ ഒരു കരുതൽ ഏലിയാവിനോ മറ്റാർക്കെങ്കിലുമോ ഉണ്ടായതായി നമുക്കറിയില്ല. We do not know if there has been such a provision that Elijah had at Kerith after that for anyone. മൂന്നാമത്തെ സംഭവം, ഫലസ്തീൻ നാടിൻ്റെ ഇസ്രായേലിൻ്റെ അതിർത്തിക്ക് വെളിയിൽ സരേഫാത്തിൽ വിധവയോട് വീട്ടിൽ ഏലിയാവിന് ലഭിച്ച ദൈവീയ കരുതലാണ്. The third is the provision of God
in Zarephath in a widow's home for Elijah. അസാധാരണമായ മനോഹരമായ ഹൃദയസ്പർശിയായ ഉത്തേജനം നൽകുന്ന, ധൈര്യപ്പെടുത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഈ സംഭവങ്ങൾ വായനയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നമുക്ക് ഒത്തിരി സഹായമായി തീരുന്നുണ്ട്. What we will understand is that these main events that we just noted are heart-touching. They give us encouragement as we read them and as we hear about them. 17-ാം അധ്യായത്തിൽ നിന്ന് 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 17-ാം അധ്യായത്തിൽ ഓർത്തിരിക്കേണ്ടുന്ന ചില ഫ്രേസസ്, ചില പ്രയോഗങ്ങൾ ഉള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് കൊണ്ടുവന്നതിന് ശേഷം നാം 18-ാം അധ്യായം ചിന്തിക്കുന്നു. Before we go on to chapter 18, I want to bring to your attention a few phrases to keep in your mind before we head there. ഞാൻ 17-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത, എന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ സഹായിച്ച ആ 10 പ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. I want to bring to your attention 10 phrases that struck me, that paused me as I was reading and studying. 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഏലിയാവ് നടത്തുന്ന ആ മനോഹരമായ വിളംബരമാണ്. അത് ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് എന്ന ആ പ്രയോഗം. The first is in chapter 17 verse 1 where Elijah makes a declaration which says, "As the Lord the God of Israel lives before whom I stand." പ്രസന്റ് ടെൻസിൽ വളരെ ബോൾഡായി പറഞ്ഞിരിക്കുന്ന ആ ഫ്രേസാണ് ഏലിയാവിനെ ഏലിയാവാക്കി തീർത്ത സംഗതി. That statement, which is in the present tense form, is the statement that made Elijah who he was, the bold proclamation. നാം ആരെ സേവിക്കുന്നു എന്നുള്ളത് നമ്മെ നാമാക്കി തീർക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. Who we serve is the main thing that determines who we are and defines who we are. 17-ാം അധ്യായത്തിൻ്റെ 4-9 വാക്യങ്ങളിൽ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന 2 പ്രയോഗങ്ങൾ നമ്മുടെ സ്മൃതിപഥത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. And the second is from verse 4 and 9, which says that God commanded the ravens, God commanded the widow at Zarephath. Those are 2 things that should be instilled in our mind. ഒന്ന്, പക്ഷികളുടെ ഫീൽഡിൽ നിന്നും ഒരു ബലഹീനമായ ഒരു പക്ഷിയെ തിരഞ്ഞെടുത്ത് ദൈവം കാക്കയോട് കൽപ്പിക്കുകയാണ്. First is from the field of birds, God chooses a raven, which is a weak creature, and provides through that for Elijah. മനുഷ്യരുടെ ഇടയിൽ നിന്ന്, യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ല, വിജാതിയരുടെ ഇടയിൽ നിന്ന്, ധനികരുടെ ഇടയിൽ നിന്നല്ല, ദരിദ്രരുടെ ഇടയിൽ നിന്ന് ഏറ്റവും ബോട്ടം ലൈനിലുള്ള ഒരു സ്ത്രീയോട് ദൈവം കൽപ്പിക്കുക. The second is from the field of humans, where he selected a woman who is a Gentile, not a Jew, who is poor, not rich. വേണമെങ്കിൽ പക്ഷികളുടെ ആ ലിസ്റ്റിൽ ഏറ്റവും ബോട്ടം ലൈനിലുള്ളതായ ഒരു പക്ഷിയോടും മനുഷ്യരുടെ ഇടയിലുള്ളതായ ആ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ബോട്ടം ലൈനിലുള്ളതായ ഒരു വിധവയോടും ദൈവം ഏലിയാവിന് വേണ്ടി കൽപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We can understand that from the list of birds, possibly the lowest on the list, the ravens, the lowest on the list of humans, the widow, God provides through them for Elijah. ഇവിടെ ഓർമ്മയിൽ വെക്കാൻ കൊള്ളാവുന്ന നല്ലൊരു കാര്യം, മനുഷ്യനൊഴികെയുള്ള ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളും ദൈവത്തെ 100% അനുസരിക്കുന്നു. 99% അല്ല, 100% അനുസരിക്കുന്നു എന്നുള്ളതാണ്. Something that we need to also keep in mind here is that apart from the creatures, humans are the only ones that do not obey God completely, and the creatures do obey God 100%. ബൈബിൾ വായിച്ചു നോക്കിയാൽ തിമിംഗലം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ട്, കഴുത ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ട്. അങ്ങനെ മൃഗങ്ങൾ ഒക്കെ, സൃഷ്ടികളൊക്കെ, കാറ്റ്, കൊടുങ്കാറ്റ്, സമുദ്രം, ഇതൊക്കെ ദൈവത്തെ അനുസരിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്ന സത്യങ്ങളാണ്. From the Bible we read that there is a donkey that listens to the voice of God. There are winds, the seas that listen to the voice of God. നമ്മുടെ സർവൈവലിന് വേണ്ടി
നമ്മളെ കരുതാൻ വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവം ആരെയെല്ലാം കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി. What we can understand from here is that for our sustenance, for our survival, God is in contact with different things. നിങ്ങളുടെ ഒരു സ്കൂൾ അഡ്മിഷൻ്റെ കാര്യത്തിൽ, ഒരു കോളേജ് അഡ്മിഷൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ ഓഫീസിലെ ഒരു ജോലിയുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ഒരു പ്രൊമോഷനുള്ളതായ ബന്ധത്തിൽ, യാത്രയുള്ളതായ ബന്ധത്തിൽ, ഒരു വീടിനുള്ളതായ ബന്ധത്തിൽ ദൈവം ആരെയെല്ലാം ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെങ്കിൽ മനസ്സിലായി എന്ന് വരികയില്ല. We may not understand in terms of our job, in terms of our journey, in terms of our admission, or whatever it may be. We may not completely understand who God is in contact with. ഏലിയാവിന് വേണ്ടി അന്ന് കൽപ്പിച്ച ദൈവം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി ആരോടൊക്കെയോ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നമ്മുടെ സിയോൻ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. Just like God was in contact with certain things and people for Elijah, God is also in contact with certain people and things for our lives, in our needs, in a time of need. അത് ഒരുപക്ഷെങ്കിൽ വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കില്ല, ഏറ്റവും നിസ്സാരന്മാരെ ആയിരിക്കും ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. It may not be people out of the most privileged class. It could be the most ordinary person that comes to our need. ഇനിയും മൂന്നാമത്തെ പ്രയോഗം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലാണ് യഹോവയുടെ കൽപ്പന പ്രകാരം ഏലിയാവ് ചെയ്തു എന്ന് നാം വായിക്കുന്നു. The third phrase is in verse 5 of chapter 17, where it says, "So he went and did according to the word of the Lord." നാം എന്തു ചെയ്തു എന്നുള്ളതല്ല, ആരുടെ കൽപ്പന അനുസരിച്ചു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. What's important is not what we did, but who we obeyed, whose command we obeyed. നമ്മളുടെ ഈ ചെറിയ ആയുഷ്കാലം, ഈ ചെറിയ ജീവിതകാലത്തിനുള്ളിൽ ഫൈനലി നമുക്ക് പറയാൻ കഴിയണം, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു. I am satisfied. In the short span of life, at the end of it, we should be able to say that I obeyed the words of God, the commands of God, and be satisfied in that. യഹോവയുടെ കൽപ്പനയുടെ മാർഗത്തിൽ നിന്ന് ഒരു നെല്ലിട അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ ആ കൽപ്പനയുടെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ഏലിയാവിനെ ഇവിടെ നാം വായിക്കുന്നു. We see and read about an Elijah who does not shift to the right or to the left from what God calls him and asks him to do. He's in the central point of it. നാലാമതായി 17-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട എന്ന ആ മനോഹരമായ ആ പ്രയോഗം നമ്മെ ആരെയും ധൈര്യപ്പെടുത്തുന്നതാണ്. The fourth phrase is in verse 13 of chapter 17, which says, "Fear not, do not fear." ഒരു സമയം ദൈവം അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് അവനോട് സംസാരിച്ചു. അബ്രഹാമേ, ഭയപ്പെടേണ്ട എന്നായിരുന്നു ആ ശബ്ദം. At one point God came to Abraham and he said, "Fear not, Abraham." ബൈബിളിൽ അനേക തവണ ഭയപ്പെടേണ്ട എന്ന പ്രയോഗം ആവർത്തിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. We can read in the Bible many times over and over again which says, "Fear not." ഭയപ്പെടേണ്ട എന്ന പ്രയോഗം 365 പ്രാവശ്യം ബൈബിളിൽ ഉണ്ട് എന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ അത്രയും പ്രാവശ്യം ബൈബിളിൽ ഭയപ്പെടേണ്ട എന്നുള്ള പ്രയോഗം ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. When I was little, I used to hear that the phrase "fear not" is mentioned 365 times in the Bible, but in my deeper study of the word, I noticed that is not the case. അത് അത്രയും ഇല്ല എന്ന് വിചാരിച്ച് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല. ദൈവം ഭയപ്പെട്ടിരിക്കുന്ന, ഭയചകിതരായി തീരാവുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ അടുക്കൽ വന്നിട്ട്, മകനെ നീ ഭയപ്പെടേണ്ട, മകളെ നീ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. Just because it is not mentioned that many times does not deny its truth. In our times of need, God does still say, "Fear not." ഏലിയാവും ആ വിധവയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ മുഹൂർത്തത്തിൽ, ആ പ്രത്യേക സമയത്ത് അവളുടെ മുഖത്ത് നോക്കിയിട്ട് വിസ്മയപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വിധവയോട് ഏലിയാവ് പറയാണ്, മകളെ ഭയപ്പെടേണ്ട. When Elijah meets the widow in their encounter, Elijah tells that widow, "Fear not, woman." ഇവിടെ കടന്നു വന്നിരിക്കുന്ന എന്നോടും നിങ്ങളോടും ഏതെങ്കിലും വിഷയങ്ങളിൽ
മനം തകർന്ന് വിഷമിച്ച് കടന്നു വന്നിരിക്കുന്നെങ്കിൽ, മകനെ നീ ഭയപ്പെടേണ്ട, മകളെ നീ ഭയപ്പെടേണ്ട എന്ന് പറയാൻ അധികാരമുള്ള ഒരാൾ അതേ കാര്യം ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. If any of us are here today fearful of anything, there is a God that says the same thing to us today, which says, fear not. നമ്മുടെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്ന, റിമൂവ് ചെയ്യുന്ന, ഇറാഡിക്കേറ്റ് ചെയ്യുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ഭയമുണ്ട്. അത് ദൈവഭയമാണ്. ദൈവഭയം മറ്റുള്ള എല്ലാ ഭയത്തെയും മാറ്റിക്കളയും. There is a fear that removes and eradicates all other fears that we have, and that is the fear of God. So ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന് വളരെ ഉറപ്പായി 100% കറക്റ്റായി ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം, മകളെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മകനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. There is one thing that can be 100% guaranteed here today, and that is God tells you as a man, as a woman, to fear not. അഞ്ചാമത്തെ ഓർത്തിരിക്കേണ്ടുന്നതായ പ്രയോഗം 17-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ തന്നെ നമുക്ക് വായിപ്പാൻ കഴിയും. വിധവയോട് ഏലിയാവ് പറയുന്ന വചനമാണ്, ആദ്യം എനിക്ക് പിന്നെ നിനക്ക് എന്നുള്ള പ്രയോഗം. In verse 13, Elijah says to the woman, first for me, then for you. ഇവിടെ ഏലിയാവ് ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് വിധവയോട് പറയുകയാണ്, ആദ്യം എനിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തെ നീ ബഹുമാനിക്കുക, പിന്നെ നിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ എന്നാണ്. Elijah is representing God, and when he says first make it for me and then for you, essentially he is saying first for God. നമ്മുടെ ജീവിതത്തിലെ ആപ്തവാക്യം, നമ്മളുടെ ജീവിതത്തിലെ പ്രമാണവാക്യം ഇതായിരിക്കട്ടെ, ആദ്യം ദൈവത്തിന് പിന്നെ നമുക്ക്. The key statement of our lives, let it be this: first belongs to God, then everything else. ആറാമത്തേത് 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ എന്നൊരു പ്രയോഗം നാം വായിക്കുന്നു. The sixth is in verse 14, where we read, until the day the Lord sends rain on the earth. ഏലിയാവിന് ഒരു കാര്യം വളരെ 100% ഉറപ്പായിരുന്നു, ഈ പ്രകൃതിയുടെ മേൽ, ഈ പ്രപഞ്ചത്തിന് മേൽ അധികാരമുള്ള ഒരു ശക്തിയുണ്ട്, ഒരു വ്യക്തിയുണ്ട്, അത് താൻ വിശ്വസിക്കുന്ന ദൈവമാണ്. Elijah was very confident of this one fact, and that he served a God who was in control of the whole universe, the whole earth. ഏത് നിയന്ത്രിക്കാനാവാത്ത പ്രകൃതി ശക്തിയെയും രോഗശക്തിയെയും കൊറോണയെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ വിശ്വാസമാണ് നമ്മെ ഭയചകിതരായി, അത് ഭയചകിതരാക്കി തീർക്കാതെ ഭയരഹിതരായി ജീവിക്കാൻ നമ്മെ സഹായിക്കും. What makes us fearless is our understanding that there is a God who is in control of any kind of disease-stricken fear or weather-related issues, whatever it may be, whether it be coronavirus, whatever it is, God is in control of it. 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ മനോഹരമായ ഒരു പ്രയോഗം നമുക്ക് വായിപ്പാനായിട്ട് സാധിക്കും. അവളും അവളുടെ വീട്ടുകാരും അഹോവൃത്തി കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In verse 15 we see the seventh statement where it says, she and he and her household ate for many days. എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ കരുതൽ അവളുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ, മിറാക്കുലസ് ആയി അവളെ ഫീഡ് ചെയ്യുമ്പോൾ, she was not selfish, സ്വാർത്ഥമതിയായിരുന്നില്ല. അവളുടെയും കുഞ്ഞിന്റെയും കാര്യം മാത്രമല്ല നോക്കിയത്. ഒരുപക്ഷെങ്കിൽ നമ്മൾ പല പ്രാവശ്യം ഈ ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ഇവിടെ പറയുകയാണ്, അവൾ മാത്രമല്ല അവളുടെ വീട്ടുകാരും അതുമൂലം ആ കാലങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു. What we read there is that when God gave a miraculous provision in that house, the widow was not selfish, but she shared it with others, and we read that very carefully. അമേരിക്കയിൽ എത്തിയ നമ്മെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു സ്വർഗമായി നമ്മൾ ആരും മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നില്ല. For those of us who are here, I don't believe we consider this country as heaven. എന്നാൽ അമേരിക്കയിൽ എത്താൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ലക്ഷങ്ങൾ ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. What is the reality is this, that there are many who would want to be here in this country. അതിന്റെ പ്രധാന കാരണം ഏറ്റവും സമൃദ്ധിയുടെ രാജ്യമാണ് അമേരിക്ക എന്നുള്ളതാണ്. Because it is a land of opportunities and great amenities. അതുപോലെ അമേരിക്ക സ്വാതന്ത്ര്യത്തിന്റെ ഒരു രാജ്യമാണ്. Not only that, this country is a nation of freedom. It's a free country. നാം ഇവിടെ ആയിരിക്കുന്നത് യാദർശ്യമായിട്ടല്ല. വിധവയ്ക്ക് ദൈവം കരുതൽ നൽകിയതുപോലെ
ദൈവം നമ്മെ കരുതുമ്പോൾ നാം മാത്രമല്ല മറ്റുള്ളവരും നമ്മെ കൊണ്ട് സുഖം അനുഭവിക്കാനിടയായി. It is not by chance that God has brought us here, just like God is providing for us, like He does for the widow. It is also a responsibility to share with others. അവളും അവന്റെ മകനും അഹോവൃത്തി കഴിച്ചു എന്ന് പറയാതെ അവളും അവളുടെ വീട്ടുകാരും അഹോവൃത്തി കഴിച്ചു എന്ന് പറയുമ്പോൾ എന്തോ ഒരു വിശാലതയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. Think about how expansive it is when it says not just her and the son, but her and her household. ജീവിതം ഒരു നരകമാക്കി തീർക്കണമെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. സെൽഫിഷ് ആയിരുന്നാൽ മതി. ജീവിതം ഒരു സ്വർഗാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു അനുഭവമായി തീരണമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. സെൽഫ്ലെസ് ആയിരുന്നാൽ മതി. There is a way to make our life hell on earth. It is to be selfish. We can make it also heaven on earth, and that is to be selfless. ഈ വിധവയുടെ മരണ ദിവസം അവൾ പിന്നോട്ട് നോക്കി ഓർത്തു കാണും, എൻ്റെ ജീവിതത്തിൽ ഏലിയാവ് എന്നോട് കൂടി ഉണ്ടായിരുന്ന ആ 3 വർഷം എനിക്ക് മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടുകാർക്കൂടെ ഒരു ആശ്വാസമായിരുന്നല്ലോ, ഒരു കംഫർട്ട് ആയിരുന്നല്ലോ എന്നുള്ള ചിന്ത. The widow may have thought at the time of her death, looking back, those 3 years that I spent with Elijah, that Elijah was with us, it was a time of great blessing where I was able to be blessed and also my household. എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന 2 കാര്യമുണ്ട്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ചാനൽ ഓഫ് ബ്ലെസ്സിങ് ആയി തീരണമേ, അതുപോലെ ഒരു കംഫർട്ടായി മറ്റുള്ളവർക്ക് ഒരു കംഫർട്ടായി തീരണമേ. There are 2 things that I pray every day, and number 1 is that I be a channel of blessing. Second, that I be a comfort to others. ഈ ലോക ജീവിതത്തിൽ നമുക്ക് അതെ സംഭാവന ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ചിലതാണ് നമുക്കൊരു അനുഗ്രഹമായി മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കുക, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുക. Out of the many things that we can do for other people, one of the main things is that we become a comfort and a blessing to others. അവളും അവളുടെ വീട്ടുകാരും ആ 3 വർഷം ഏലിയാവ് ഉണ്ടായിരുന്ന ആ കാലയളവിൽ അഹോവൃത്തി കഴിച്ചു. Her and her household, in those 3 years that Elijah was with them, they ate for many days. 17-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അതിന്റെ 8-ാമത്തെ മനോഹരമായ ഓർത്തിരിക്കേണ്ടതായ പ്രസ്താവനയുണ്ട്. അത് എങ്ങനെയാണ്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിന് നീ എന്തിന് എൻ്റെ അടുക്കൽ എത്തി എന്നുള്ള പ്രയോഗം. The 8th phrase is in verse 18, which says, "What have I to do with you, O man of God? Have you come to me to bring my sin to remembrance?" നമുക്കറിയാം, അത് പറയുന്നതായ കോണ്ടെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. മകന്റെ മരണസമയമാണ്. മകന് ദീനം മൂർച്ഛിച്ചു, ഒടുവിൽ മകൻ മരിക്കുന്നു. വിധവയുടെ ആവലാതി ഏലിയാവിനോട് ഇങ്ങനെയാണ്, എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിന് നീ ഇവിടെ എത്തിയോ? We all know the context in which she's saying that it was at the time of her son's death, and so she reiterates back to him, "Is it to remember my sin that you bring this upon us?" അത് ഏലിയാവിന് നൽകിയ ഒരു മഹത്വമായിട്ടാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. I consider this as a kind of a glory moment for Elijah that was given to him. ഏലിയാവിനെ ക്ഷീണിപ്പിക്കുന്നതല്ല, ഏലിയാവിനെ മഹത്വീകരിക്കുന്ന പ്രയോഗമാണത്. It wasn't a phrase that would weaken Elijah, it was a phrase that exalted him. ചില പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുന്നെങ്കിൽ അതൊരു സ്പെഷ്യൽ മുഹൂർത്തമാണ്. If we can at times be reminded of our sins, then that is a special thing to have. പാപത്തെക്കുറിച്ച് ഒരിക്കലും ഓർക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന കുറേ മെജോറിറ്റി ആൾക്കാർ ലോകത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ശാപം. The curse of this world is that there are many who do not understand the life of sin in which they live. ഇവിടെ വിധവയുടെ വീട്ടിൽ ആ വിധവ സമൃദ്ധിയായിരുന്ന സമയത്ത് പാപത്തെക്കുറിച്ച് ഓർത്തില്ല. മകന്റെ രോഗം വന്നപ്പോൾ, മകന്റെ മരണം വന്നപ്പോൾ പാപത്തെക്കുറിച്ച് ഓർത്തു. When there was abundance in the house of the widow, there was no recollection of sin, but when her son was struck, there was remembrance. നമുക്കെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, ആരോഗ്യം അതിൻ്റെ അത്യുച്ചകോടിയിലായിരിക്കുമ്പോൾ, സമൃദ്ധിയും സൗകര്യങ്ങളും വർദ്ധിക്കുമ്പോൾ നമ്മളാരും അങ്ങനെ പാവങ്ങളെക്കുറിച്ച് ഓർക്കാറില്ല, നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർക്കാറില്ല. എവിടെയെങ്കിലും ദൈവം ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. When all things are favorable in our lives, whether it be our health or whatever it may be, we don't think of sin, but when God strikes us, touches us, we think of our sin. എല്ലാം സമൃദ്ധിയായി പോയപ്പോൾ അങ്ങനെ തന്നെ കാലങ്ങൾ ദിവസങ്ങൾ പോകും എന്നവൾ വിചാരിച്ചു. എന്നാൽ പെട്ടെന്നാണ് മകന്റെ മരണം സംഭവിക്കുന്നത്. When everything was going favorably, we thought it would be the case forever, but immediately there was the death of the son. പെട്ടെന്ന് മറ്റാരെയും കുറ്റപ്പെടുത്താതെ
അവളിലേക്ക് തന്നെ അവൾ നോക്കുകയാണ്. Immediately she did not blame anyone else, she looked upon herself. എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ മുമ്പിൽ ചെറുതായി ഒന്ന് പോസ്റ്റ് ചെയ്യുകയും അതിന്റെ കാരണം എന്തായിരിക്കാമെന്ന് ഒരു അന്വേഷണം നടത്തുകയും ചെയ്യാം. I often when unexpected things happen in my life, I pause for a moment and think why that happened. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ദൈവം ഉണ്ടാക്കി തരുമ്പോൾ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. I am with the opinion that when such situations happen in our life, it is good to be reminded and reflect. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി ഒരു തിരിഞ്ഞു നോട്ടം ഒരു എക്സാമിനേഷന് വേണ്ടിയുള്ളതായ സമയമായി അതിനെ വിധവയെ പോലെ നമുക്ക് തീർക്കാൻ സാധിക്കും. Just like the widow, we can make that as a time to reflect and think of what may be wrong, just like the widow. നമ്മൾ പോകേണ്ടുന്ന വഴിയെ കൂടെ പോകാതെ നമ്മൾ ഒരു പക്ഷെങ്കിൽ വഴിവിട്ട് പോകുമ്പോൾ ഒന്ന് നമ്മെ ക്രമീകരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ സ്നേഹത്തോടു കൂടിയ ഒരു സന്ദർശനമായിരിക്കാം അതുപോലുള്ള സന്ദർഭം. Possibly when we have deviated from the way in which we should be, it could be a visitation from God to get us back on track. മകനെ മകളെ നിനക്ക് ഒന്ന് തിരിഞ്ഞുനോട്ടത്തിന്റെ ആവശ്യമുണ്ട്, ഒരു കറക്ഷന്റെ ആവശ്യമുണ്ട്, ഒരു റെസ്റ്റോറേഷന്റെ ആവശ്യമുണ്ട് എന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്ന സമയമായി വിധവയെ പോലെ നമുക്ക് എടുക്കാൻ സാധിക്കും. God often can direct us as sons and daughters of Him to correct through certain situations of our life, just like He does through the widow. അതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടുന്നതായ 9-ാമത്തെ കാര്യം 17-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The 9th is in verse 22, which says that the Lord heard the voice of Elijah. ബൈബിളിൽ പ്രധാനമായി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒട്ടേറെ ഭാഗങ്ങളുണ്ട്. അതിൽ എൻ്റെ ശ്രദ്ധയെ വളരെ ആകർഷിച്ചിട്ടുള്ള ചില വചനങ്ങൾ ഇങ്ങനെയാണ്. There are many portions which talk about prayer, but there are certain ones that have struck me. ശലോമോന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തോട് അവൻ കഴിച്ച ആ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രസാദകരമല്ലാത്ത പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. Regarding the prayer of Solomon, when he uttered that prayer, it says that God was pleased with that prayer, which also implies that there are prayers that are not pleasing to ഇവിടെ him. ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുമ്പോൾ കേൾക്കാത്ത പ്രാർത്ഥനയുമുണ്ട്, അല്ലെങ്കിൽ ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. When it says here that God heard the voice and the prayers of Elijah, it also means that there are certain prayers that God does not hear. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനയാണോ എന്നുകൂടി നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് നല്ലതാണ്. It's important to examine if indeed our prayers are heard by God. എത്ര നേരം പ്രാർത്ഥിച്ചു എന്നുള്ളതിനേക്കാൾ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. More than how long we prayed, how did we pray is important. പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുമ്പോൾ പ്രാർത്ഥനയുടെ പകുതിയേ ആയുള്ളൂ എന്നാണ് ഒരു വേദശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുന്നത്. One of the theologians said this: when you say the word amen, it has just been the halfway point of prayer. അതിന്റെ പകുതി ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. The rest of the half is still remaining. യേശുവിന്റെ വചനം നമ്മൾ എടുക്കുകയാണെങ്കിൽ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് ഹാഫ് ആയിട്ട് വെച്ചാൽ അവിടെ യാചിപ്പീൻ, മുട്ടുവീൻ, അന്വേഷിപ്പീൻ എന്നുള്ളത് ഹാഫാണ്. കണ്ടെത്തും, തുറക്കപ്പെടും, നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതായ കാര്യങ്ങൾ രണ്ടാമത്തെ ഭാഗവുമാണ്. When you consider the words of Jesus' prayer or statements which says, "Seek and ye shall find, knock and the door shall be opened," such statements, if you split them, you'll see there's one half and then the other half. അപ്പോൾ പ്രാർത്ഥനയുടെ ആമേൻ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പകുതി അവസാനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് മുകളോട്ട് പോകുന്ന ഭാഗമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി താഴോട്ട് വരുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഭാഗം. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട്. The first half is when we have ended the prayer with amen, which goes up to heaven. The second half is what comes down from heaven. Do we think about it that way? അതുകൊണ്ട് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥന തീർന്നു എന്നാരും വിചാരിക്കരുത്. പ്രാർത്ഥനയുടെ പകുതിയായിട്ടുള്ളൂ. പിന്നെയും ദൈവസന്നിധിയിൽ അതിനുവേണ്ടി സ്തോത്രം ചെയ്ത് ജാഗരിച്ച് ആ മറുപടി കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. When we say the word amen, just remember that it is just the halfway point of prayer. It is important that we continue to wait to see where that prayer goes and what's the response. 17-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ 10-ാമത്തെ ഓർത്തിരിക്കേണ്ടതായ ആ പ്രയോഗം കാണാനായിട്ട് അത് നമുക്ക് വായിപ്പാൻ സാധിക്കും. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇവൻ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. The 10th phrase is in verse 24, which says, "Now by this I know that you are a man of God." 3 വർഷത്തെ വിധവയുടെ മാളികമുറിയിൽ താമസിച്ചിരുന്ന ഏലിയാവിനെ സംബന്ധിച്ച് ആ സ്ത്രീയുടെ സാക്ഷ്യമാണ്:
ഇയാൾ ഒരു ദൈവപുരുഷനാണ് എന്ന്. It is the testimony of the woman in whose house Elijah lived, and it is her testimony that says to him, you are the man of God. ആ നല്ല സാക്ഷ്യത്തോടു കൂടിയാണ് 17 അധ്യായം അവസാനിക്കുന്നത്. It is with that good testimony that chapter ends. ഈ 10 പ്രയോഗങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാകുകയല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ. If I don't tell you these 10 statements, I feel it is not complete, which is why I brought it to your attention. ഏലിയാവിന്റെ ചരിത്രം അറിയാൻ പാടില്ലാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. പക്ഷെങ്കിൽ ഇതുപോലെ വിശദമായി നമുക്ക് അത് ഒന്നിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. I'm sure none of us here do not know the background of Elijah, but having this kind of a study, I'm sure opened our eyes. ഏലിയാവിനെ കാക്ക പോറ്റിയെന്നോ കരുതിയെന്നോ വിധവ കരുതിയെന്നൊക്കെയുള്ള കഥകൾ നമുക്കറിയാം. We know of the stories where the ravens fed Elijah and the widow provided for Elijah. എന്നാൽ അന്നത്തെ ആ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുവാനിടയായി തീരും. നമ്മൾ രോമാഞ്ചുകൊള്ളും ദൈവത്തിന്റെ ആ കരുതലിന്റെ മഹത്വം മനസ്സിലാക്കുക. But when we understand the background in which those things were done, we would be jubilant in our hearts and to the point of goosebumps. ഈ 18 അധ്യായത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുകയാണ്. We are now coming to chapter 18. 18 അധ്യായത്തിൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അതേ മഹത്തായിരിക്കുന്ന 2 പ്രധാന സംഭവങ്ങൾ നമുക്ക് കാണാനായി. Here we see 2 main events in this chapter, as I mentioned earlier. നമുക്കറിയാം തന്നെ മുമ്പിൽ മഹത്തായ അതേ ഭയങ്കരമായ ഒരു വലിയ ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ചിന് വേണ്ടിയാണ് ദൈവം ഏലിയാവിനെ ജനിപ്പിച്ചത്, ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചത്. We know that Elijah was born and dedicated for ministry to face this big challenge that is in front of him. തന്റെ ജനം വസിക്കുന്നതായ ഇസ്രായേൽ രാജ്യത്ത് അത് നടപ്പാക്കേണ്ടതായ പ്രൂവ് ചെയ്യുന്നതായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് പ്രൂവ് ചെയ്യാനുള്ളതായ ഒരു അവസരത്തിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. Elijah is waiting, God is waiting for a moment in which a thing can be proved through Elijah in Israel. ഇസ്രായേലിൽ ആഹാബ് വിജാതീയ രാജ്ഞിയായ ഇസബേലിനെ രാജ്ഞിയായി സ്വീകരിച്ചതോടുകൂടെ അവിടുത്തെ വിശ്വാസ ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ശമരിയയിൽ ഓൾറെഡി ഒരു ബാലിന്റെ ക്ഷേത്രം ഈ ആഹാബ് നിർമ്മിച്ചിട്ടുണ്ട്. 16 അധ്യായത്തിന്റെ ഒടുവിൽ നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. By Ahab accepting Jezebel, a Gentile woman, as his wife, there is already an idol worship in progress where now there is a statue of Baal. നമുക്കറിയാം ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശെക്കീന ഇറങ്ങി വസിക്കുന്ന യെരൂശലേം ദൈവാലയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധന വിശ്വാസ കേന്ദ്രമായിട്ടുള്ളത്. എന്നാൽ അതിന് പകരമായി ഇപ്പോൾ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ആ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. What is central to the Jewish faith is that the Shekinah of God rests into the Jerusalem temple, but now we see other temples erected around. ബാലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ അവരുടെ വിശ്വാസം ഈ പ്രപഞ്ചത്തിന്റെ മേൽ, പ്രത്യേകിച്ച് ഈ പ്രകൃതിയുടെ മേൽ, നേച്ചറിന്റെ മേൽ, ഫയറിന്റെ മേൽ, തീയുടെ മഴയുടെ മേൽ അധികാരമുള്ള ഒരാളുണ്ട്. അതാണ് ഈ ബാൽ എന്നാണ് അവരുടെ വിശ്വാസം. The Baal worshippers believe that there is someone who is in authority over the nature, over the world, over the creatures, and it is Baal the god. അപ്പോൾ ആ വിശ്വാസം ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏലിയ വന്നിരിക്കുന്നത്. ഏലിയാവിന് മുമ്പിലെ ചലഞ്ച് എന്ന് പറയുന്നത് ബാലല്ല, ദൈവമാണ് പ്രകൃതിയുടെ മേൽ, മഴയുടെ മേൽ, അഗ്നിയുടെ മേൽ അധികാരമുള്ളത് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. It is at a time when such belief in Baal was intensifying. Elijah comes to the scene to prove that the Lord God of heaven is the true God who has authority over all things. ഇവിടെ തെളിയിക്കുന്നത് വാക്കുകളല്ല, പ്രവൃത്തിയാലാണെന്നുള്ളതാണ് തന്റെ മുമ്പിലുള്ളതായ വലിയ ചലഞ്ച്. It is not through words, but it's through action that Elijah has to prove this. ഒരു പ്രസംഗത്തിലൂടെ അത് തെളിയിച്ച് പോകുകയാണെന്ന് വരെ തനിക്ക് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുമെന്നായ കാര്യമാണ്. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ മേൽ, ഈ പ്രകൃതിയുടെ മേൽ, മഴയുടെ മേൽ, തീയുടെ മേൽ അധികാരമുള്ളവനാണ് എന്ന് പറഞ്ഞ് കൈയടി വലിയ ശക്തിയോടുകൂടെ പ്രസംഗിച്ചിട്ട് അദ്ദേഹത്തിന് പോകാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ദൗത്യം എന്ന് പറയുന്നത്, ആ ടാസ്ക്, അത് വെറും വാക്കുകളാൽ നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ല, അത് പ്രവൃത്തിയാൽ നിർവഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. It is not simply through preaching or words that he has to prove the Lord God of heaven as the authority of all things, but it is through actions. നിങ്ങൾ ചിന്തിക്കുന്നത്ര ഈസിയായ ഒരു ചലഞ്ച് അല്ല ഏലിയാവിന്റെ എന്ന് നിങ്ങൾ 18 അധ്യായം പോയി ഒന്ന് വായിച്ചൊരു 10 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അത് ജീവൻ മരണ പോരാട്ടമാണ്. എന്ത് സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആ ചലഞ്ച് താൻ, ആ വെല്ലുവിളി
അതെ ഏറ്റെടുക്കുകയാണ്. If you read chapter 18 several times, you will notice that this particular challenge is a life-death kind of a situation where he has an immense challenge before him through actions. ആദ്യം ഏലിയാവ് തന്റെ പ്രാർത്ഥനയിലൂടെ അഗ്നി ഇറക്കുകയും രണ്ടാമത് അത് മഴയിറക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം പ്രവൃത്തിയിലൂടെ അത് പ്രാക്ടിക്കലി അവിടെ തെളിയിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മേലും ഈ പ്രകൃതിയുടെ മേലും മഴയുടെ മേലും അഗ്നിയുടെ മേലും അധികാരമുള്ളത് ബാലിനല്ല ദൈവത്തിനാണ് എന്ന്. When Elijah through his prayer brings down fire and rain and the power of God on the earth, what he proves is that his God that he serves has control over everything. അടുത്ത ആഴ്ച ഞാനിത് അതിന്റെ സാഹചര്യങ്ങൾ അതിന്റെ ചുറ്റുപാടുകൾ അത് ഏതൊരു സാഹചര്യത്തിൽ സംഭവിച്ചു എന്ന് നിങ്ങളോട് വിശദീകരിക്കുമ്പോൾ അതിന്റെ ആ ചാലഞ്ചിന്റെ ആ ഡിഗ്രി അതിന്റെ തീവ്രത എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇടയായി. Next, when I elaborate on the circumstances in which this happened, you will understand the intensity of this challenge. ഇവിടെ ഇതാ അഗ്നി യാഗത്തിന്മേൽ ഇറങ്ങുന്നു. ആ അഗ്നി ഇറങ്ങിയതിനു ശേഷം പിന്നീട് മഴ ആ ദേശത്ത് പെയ്യുന്നു. ഇത് നിസ്സാരമായി നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയും. പക്ഷേ അന്ന് ഏലിയാവിന്റെ കൂടെ ഇടത്തോ വലത്തോ നിൽക്കുകയായിരുന്നെങ്കിൽ നമ്മൾ വിറച്ച് വല്ലാതെ പോകും. എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാതെ വിഷമിച്ചു പോകും. First there is fire that comes down on the sacrifice, then there is rain that comes down on the earth. If we were next to Elijah at that time, we would be shaken up with that event. അതിനൊരു അടുത്ത ആഴ്ചത്തേക്കുള്ളതായ ആ മെസ്സേജിന്റെ പശ്ചാത്തലം ഒരുക്കി ഇവിടെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. I want to create a background, a context for next week's message, and I want to conclude. ഏലിയാവ് സരിഫാത്തിൽ നിന്ന് വിധവയോട് ബൈ ബൈ പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് അവർക്ക് അനുഗ്രഹങ്ങളും എല്ലാം ആശംസിച്ചതിനു ശേഷം വീട്ടിലേക്ക് വിധവയോട് കൈയൊക്കെ കാണിച്ചപ്പോൾ ഇസ്രായേലിലേക്ക് യാത്രയായി. Elijah has now departed from the widow's house, saying the goodbyes, and now proceeding on to Israel. താന് മൂന്ന് കൂട്ടരെ ഇസ്രായേലിൽ വന്നിട്ട് മൂന്ന് കൂട്ടരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്റെ ഒരു രഹസ്യ ശിഷ്യനായിരിക്കുന്ന ഒരു സീക്രട്ട് ഫോളോവർ ആയിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ആയിരിക്കുന്ന ഒബദ്യാവെ മീറ്റ് ചെയ്യുന്നു. There are three encounters that Elijah has on his way back to Israel. Number one is with Obadiah, a secret prophet. പിന്നെ ഈ ഒബദ്യായെ കൊട്ടാരത്തിലേക്ക് അയച്ചിട്ട് ആഹാബിനെ അറിയിക്കുന്നു, ഏലിയാവ് ഇവിടെ വന്നിട്ടുണ്ട്, മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഏലിയാവിന്റെ അടുക്കലേക്ക് ആഹാബിനെ വെൽക്കം ചെയ്യാനായി ഒബദ്യായെ അയക്കുകയാണ്. Elijah is telling Obadiah to go to Ahab and tell him that Elijah is back here. He wants to meet with you, the king. അങ്ങനെ രാജകീയ വസ്ത്രമൊക്കെ ധരിച്ച് റോയലായിട്ട് അദ്ദേഹം ഒരുപക്ഷെ രഥത്തിലായിരിക്കും ഏലിയാവിനെ മീറ്റ് ചെയ്യാൻ ആ വെളിമ്പ്രദേശത്തേക്ക് കടന്നു വന്നിരിക്കും. Possibly in his royal robes he may have come on a chariot to meet Elijah. അപ്പോൾ പ്രവാചകൻ ഏലിയാവാകുന്ന പ്രവാചകൻ ഒബദ്യ എന്ന പ്രവാചകനുമായിട്ട് ഒരു പരസ്യമായ ഒരു പബ്ലിക് പ്രോഫറ്റ് ആയിരിക്കുന്ന ഏലിയാവും ഒരു പ്രൈവറ്റായി ഒരു സീക്രട്ട് പ്രോഫറ്റ് ആയിരിക്കുന്ന ഒരു ഒബദ്യാവും തമ്മിൽ മീറ്റ് ചെയ്യുന്നു. We see an encounter between a public prophet like Elijah and a secret private prophet like Obadiah. നമുക്ക് വേണമെങ്കിൽ ഒരു പരസ്യ ക്രിസ്ത്യാനിയായിരിക്കാം, നമുക്ക് വേണമെങ്കിൽ ഒരു രഹസ്യ ക്രിസ്ത്യാനിയായി ജീവിക്കാനും സാധിക്കും. We can be a public Christian or a private secret Christian. നമുക്ക് ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിലെ സുഖമൊക്കെ അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ പരസ്യ ക്രിസ്ത്യാനിയായിരിക്കുമ്പോൾ കൊട്ടാരത്തിൽ ഒരു ദിവസം പോലും ഉറങ്ങാൻ സാധിച്ചെന്ന് വരികയും. Maybe when we are a private secret Christian we may enjoy the benefits of the palace, but if you are a public Christian that may not happen. ഇവിടെ ഇതാ ഏലിയാവിനെ കാണാൻ ആഹാബ് കൊട്ടാരത്തിൽ നിന്ന് കടന്നു വരികയാണ്. ഏലിയാവിന് കിട്ടുന്ന ആ മഹത്വം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഏലിയാവിനെ അടുക്കിലേക്ക് വരത്തക്ക വേണോ, ഏലിയാവിനെ അത്രമാത്രം ദൈവം അവിടെ ഉയർത്തിയിരിക്കുകയാണ്. Look at it this way, the king who is in the palace, Ahab, comes to meet Elijah. Think about the significance of Elijah when the king comes to Elijah. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. റോയൽ അധികാരത്തോടുകൂടെ രഥത്തിൽ വന്ന് അവിടെ ഇറങ്ങുന്ന അകമ്പടിയോടുകൂടെ വന്ന് ഇറങ്ങുന്ന ആഹാബ് അവിടെ നിൽക്കുമ്പോൾ രോമവസ്ത്രം ധരിച്ചുകൊണ്ട് അരയിൽ തോൽവാർ കെട്ടി അവിടെ നിൽക്കുന്ന സാധാരണക്കാരനായ ഏലിയാവ് ഇവരെ രണ്ടുപേരും കൂടെ തട്ടി നോക്കുമ്പോൾ ആരാണ് അതോറിറ്റി യഥാർത്ഥത്തിൽ? ആഹാബാണോ ഏലിയാവാണോ യഥാർത്ഥ അതോറിറ്റി? Think about the scene when the king comes in his royal robes to a man Elijah in worldly clothes. Think about who has authority there. നമ്മുടെ ഡ്രസ്സല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ ബാഹ്യമായിരിക്കുന്ന സൗകര്യങ്ങളല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മളുടെ സൗകര്യങ്ങളല്ല, നമ്മുടെ ധാടിമോടികളല്ല നമ്മെ അതോറിറ്റിയാക്കി മാറ്റുന്നത് ദൈവത്തിലുള്ളതായ നമ്മുടെ വിശ്വാസമാണ്. It is not what we have, it's not what we wear, our possessions that make us
In authority, it is our faith in God. ഏലിയാവിന് മുമ്പിൽ മുട്ടാടിക്കൊണ്ട് നിൽക്കുന്ന, വരച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആഹാബിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദൈവത്തിന് മുമ്പിൽ, ആഹാബിന് മുമ്പിൽ ധൈര്യം നിന്ന് ദൈവത്തിന് വേണ്ടി പോരാടുന്ന ഒരു ഏലിയാവിനെ അവിടെ കാണാനായി. We see potentially a king Ahab who has his knees shaken in front of Elijah, but an Elijah who's bold before the king. ഇനി മൂന്നാമതായിട്ട് ഏലിയാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്തു? രാജ്യത്തുള്ള എല്ലാ ഇസ്രായേലിനും വിളിച്ചു കൂട്ടാനായിട്ട് പറഞ്ഞു. സകല ഇസ്രായേലിനും വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ ഒരു ചലഞ്ച് വെക്കുകയാണ്. അഗ്നിയാൽ ആര് ഉത്തരമരുളുമോ ആ ദൈവം ദൈവമാണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. Next, he calls all of Israel to gather together to prove who will answer through fire, and that is what I'm here to prove. അതൊരു ഭയങ്കര വെല്ലുവിളിയാണ്. That is a big challenge, a call. തീ ഇറങ്ങിയില്ലെങ്കിൽ, if the fire does not come down, ദൈവത്തിന്റെ സമയമായില്ല എന്ന് പറഞ്ഞ് നമ്മളെ പോലെ കൈ കഴുകാനായിട്ട് അവന് കഴിയത്തില്ല. Like us, he does not go away saying it is not God's time yet. അന്ന് തീ ഇറങ്ങിയില്ലെങ്കിൽ അത് ഏലിയാവിന്റെ അവസാനമായിരിക്കും. If the fire does not come down, that is potentially the end of Elijah. നമുക്ക് പ്രാർത്ഥന മറുപടി വന്നില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. If there is no answer from God for us, there are many ways we can take. എന്നാൽ ഏലിയാവിനോട് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. But there is no escape for Elijah here. അതോടെ തന്റെ ജീവിതം അവിടെ അവസാനിക്കും. Potentially that could be the end. അങ്ങനെ ഒരു ചലഞ്ചിന് മുമ്പിലാണ് ഏലിയാവ് എത്തിയിരിക്കുന്നത്. That's the kind of challenge in which Elijah is. ഏലിയാവിനെ മാനിച്ച ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. There is a God who honored Elijah. നാം ദൈവത്തെ മാനിക്കുമ്പോൾ, when we honor God, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who honors us. ദൈവത്തെ ഉയർത്തുമ്പോൾ, when we exalt നമ്മെ God, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. there is a God who exalts us. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആത്മാവോടെ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. Praise God. Praise the Lord. Hallelujah. ആ ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്നു. That God of Elijah still lives. നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇതിന്റെ ആ മഹത്വത്തിലേക്ക്, അതിന്റെ ക്ലൈമാക്സിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും. Next week, let's get a little deeper into the significance of this. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. Let's bow our heads. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഏലിയാവിന്റെ മുമ്പിൽ ഞങ്ങൾ ആരുമല്ല. ഞങ്ങൾ വളരെ നിസ്സാരന്മാരാണ്, ബലഹീനരാണ്. ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങൾ ഒരു നിമിഷം ഞങ്ങളെ ശോധന ചെയ്യുകയാണ്. ഈ തലമുറയിൽ ഏലിയാവിനെ പോലെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ, ആത്മശക്തി നൽകണമേ, ഉയരത്തിലെ ശക്തി നൽകണമേ. വാക്കുകളല്ല, പ്രവൃത്തികളാൽ ദൈവത്തെ തെളിയിക്കാൻ കൃപ ചെയ്യണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. Praise God.